ഈ കൊച്ചുപയ്യൻ വേറൊരു പ്ലാനറ്റിലുള്ള ഫോറസ്റ്റിൽ പെട്ടുകിടക്കാണ്. അവിടെ വെച്ച് ഇവനൊരു ഏലിയൻ ആയിട്ടുള്ള റോബോട്ടിന്റെ കാലുകൾ കാണുന്നു. ഇത് കണ്ട് പേടിച്ച് അവൻ ജീവനും കൊണ്ട് ഓടാണ്. ഓടി ഒരു മരത്തിന്റെ മണ്ടിൽ ചെന്നിരിക്കുന്നു. പക്ഷെ പിന്നാലെ തന്നെ ആ റോബോട്ടും ആ മരത്തിൽ കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിന് കാലുകൾ മാത്രമേ ഉള്ളത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇത് പിന്നെ എങ്ങനെയാണ് തന്നെ കാണുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ വന്ന് ഇവനെ അടിക്കാണ്. നോക്കുമ്പോൾ ആ റോബോട്ടിന്റെ ബാക്കി ഭാഗമാണത്. അത് കണ്ട് പേടിച്ച് അവൻ പെട്ടെന്ന് ആ മരത്തിന്റെ മൂലേക്ക് പോയിരിക്കുന്നു. അപ്പൊ ഇതും അവന്റെ അടുത്തോട്ട് തന്നെ വരികയാണ്. അങ്ങനെ ഇരുന്ന് രാത്രിയാവുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കാട് മൊത്തം തീ പിടിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതും കൂടി കണ്ടവനിക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാനേ വയ്യ. അപ്പൊ ഈ റോബോട്ടും താഴെയുള്ള അതിന്റെ ബാക്കി ഭാഗം പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷെ അതിന് സാധിക്കുന്നില്ല. താഴെയുള്ള തീ കാരണം നിൽക്കാൻ വയ്യാത്തോണ്ട് അത് മുകളിൽ കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനും സാധിക്കുന്നില്ല. അങ്ങനെ ഇതിന്റെ വിഷമം കണ്ട് നീയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ട് അവൻ ആ മരം ഒഴിക്കുന്നു. അങ്ങനെ ആ റോബോട്ടിന്റെ ബാക്കി ഭാഗം ചെന്ന് താഴെ വീഴാണ്. പക്ഷെ ഈ പയ്യൻ ഇനി മരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് പേടിച്ച് കരയുമ്പോൾ പെട്ടെന്ന് താഴെ ഉണ്ടായിരുന്ന റോബോട്ട് ജീവനോടെ എണീക്കുന്നു. എന്നിട്ട് ജോയിന്റായി ഈ പയ്യനെയും അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് കാടിന് വെളിയിൽ കൊണ്ടുപോയി ആക്കുന്നു. അപ്പൊ ആ കൊച്ചു പയ്യൻ ആ റോബോട്ടിനോട് താങ്ക്സ് പറയുന്നു. അപ്പൊ ഈ റോബോട്ട് കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നിട്ട് അതിന്റെ രൂപം ഒരു മനുഷ്യനെ പോലെ ആക്കുന്നു.